നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ പല പ്രദേശങ്ങളും പുലി ഭീതിയിൽ അമർന്നതോടെ ജനജീവിതം ദുസ്സഹം. ജനങ്ങളുടെ സുരക്ഷയും ജീവനോപാധികളും അപകടത്തിലാക്കുന്ന പുലി ശല്യത്തിനെതിരെ മുളിയാർ പീപ്പിൾസ് ഫോറം ബോവിക്കാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5 മുതൽ 7 വരെ കാഞ്ഞങ്ങാട്ട് നടക്കും. സംഘടനാശേഷി പ്രകടമാക്കും വിധം സമ്മേളനം പൂർത്തീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. ഉപയോഗിക്കാത്ത വെള്ളത്തിന് 80കാരിക്ക് 20,000-ഓളം രൂപയുടെ ബില്ല്. പിന്നാലെ ജപ്തി നോട്ടീസ്. വർക്കാടിയിലെ യമുനയ്ക്ക് നേരെയാണ് അധികൃതരുടെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയുണ്ടായിരിക്കുന്നത്. സെപക് താക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പ് ടീം ഈവന്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. കാഴ്ചകളുടെ വൈവിധ്യവുമായി പള്ളിക്കരയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആക്രോ കാർണിവൽ തുടങ്ങി. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് വനിതാ കമ്മീഷൻ അദാലത്തിൽ 7 പരാതികൾ തീർപ്പാക്കി. ദുർമന്ത്രവാദത്തിനും ആഭിചാര ക്രിയകൾക്കും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കമ്മീഷൻ അംഗം P. കുഞ്ഞായിഷ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലെ പല പ്രദേശങ്ങളും പുലി ഭീതിയിൽ അമർന്നതോടെ ജനജീവിതം തന്നെ ദുസ്സഹമാകുകയാണ്. പ്രദേശവാസികളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനങ്ങളുടെ സുരക്ഷയും ജീവനോപാധികളും അപകടത്തിലാക്കുന്ന പുലി ശല്യത്തിനെതിരെ മുളിയാർ പീപ്പിൾസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ബോവിക്കാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുളിയാറിലും സമീപ പ്രദേശങ്ങളിലും ഉൾപ്പെടെ പുലിയുടെ ആക്രമണം പതിവായത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. കന്നുകാലികളെയും കൃഷിയിടങ്ങളെയും ലക്ഷ്യമിട്ടുള്ള പുലിയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ കർഷകരും നാട്ടുകാരും ഒരുപോലെ ഭയത്തിലാണ്. കുട്ടികളുടെയും പ്രായമായവരുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുളിയാർ പീപ്പിൾസ് ഫോറം ബോവിക്കാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ D. സുരേന്ദ്രനാഥ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ പറഞ്ഞാൽ ഒരു പക്ഷെ അവർ വന്ന് ഇവിടെ വരുന്ന പുലിയെ പിടിച്ചുകൊണ്ടുപോയി എന്ന് വരും. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരില്ല. പ്രശ്നം തീരണമെങ്കിൽ വനം വകുപ്പും സർക്കാരുകളും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ഫോറം പ്രസിഡന്റ് B. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് പുലിയെയാണ്, പന്നിയെയാണ്, അതുപോലെ കാട്ടുപോത്ത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വന്യമൃഗങ്ങൾ ഇവിടെ വിലസുമ്പോൾ വനം വകുപ്പ് ഇവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഒരു നടപടിയും അവർ സ്വീകരിക്കുന്നില്ല. അവരിപ്പോൾ ചെയ്യുന്നത് ആകെ മീറ്റിംഗ് കൂടി ചായ കുടിച്ച് പിരിക്കുകയാണ്. അവർ കുറച്ച് വാച്ച്മാൻമാരെ വിട്ട് ചെറിയ പടക്കങ്ങൾ അവരെ കയ്യിൽ കൊടുത്ത് അവരെ ഈ കാട്ടുമൃഗങ്ങളെ ഓടിക്കാനുള്ള നടപടിയല്ലാതെ മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും അവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. വരുന്ന ആളുകളിൽ വലിയ ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ തുടരും. ഈ മുളിയാറിലെ ജനങ്ങളെ ഒന്നാകെ സംഘടിപ്പിച്ചുകൊണ്ട് അതിബൃഹത്തായ സമരപരിപാടികൾക്ക് രൂപം നൽകും. ഇതിനൊരു പരിഹാരം വേണം. ജനറൽ സെക്രട്ടറി മസൂദ് ബോവിക്കാനം സ്വാഗതം പറഞ്ഞു. E. മണികണ്ഠൻ, KB മുഹമ്മദ് കുഞ്ഞി, ഷഹദാദ്, ഷെരീഫ് കൊടവഞ്ചി, K. സുരേഷ് കുമാർ, VM കൃഷ്ണപ്രസാദ്, വേണുമാസ്റ്റർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഫോറസ്റ്റ് വകുപ്പ് പ്രതിനിധികൾ ജനപ്രതിനിധികളുമായി ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ പ്രദേശത്തെ പുലി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമര പരിപാടികൾ തുടരുമെന്ന് പീപ്പിൾസ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5 മുതൽ 7 വരെ കാഞ്ഞങ്ങാട്ട് നടക്കും. ജില്ലാ സമ്മേളന പ്രചാരണം എല്ലാ പാർട്ടി ഘടകങ്ങളിലും സജീവമായെന്നും സംഘടനാശേഷി പ്രകടമാക്കും വിധം സമ്മേളനം പൂർത്തീകരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM ജില്ലാ സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PP രാമകൃഷ്ണൻ, ആനാവൂർ നാഗപ്പൻ, PK ബിജു എന്നിവർ പങ്കെടുക്കും.
പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 1,00,000 പേർ പങ്കെടുക്കുന്ന റാലിയും ചുവപ്പ് വോളണ്ടിയർ മാർച്ചും നടത്തുമെന്നും എം വി ബാലകൃഷ്ണൻ പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി 15-ന് ജില്ലയിലെ മുഴുവൻ പാർട്ടി ഓഫീസുകളിലും പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വീടുകളിലും പതാക ഉയർത്തും. സമ്മേളന പ്രചാരണത്തിന് എല്ലാ ഏരിയയിലും പ്രാദേശികമായി പരിപാടികൾ സംഘടിപ്പിക്കും. സമ്മേളനം നടക്കുന്ന കാഞ്ഞങ്ങാട് ഏരിയയിൽ 200 കേന്ദ്രങ്ങളിൽ ചരിത്ര സ്മൃതി സംഗമം സംഘടിപ്പിക്കും. മാധ്യമ സെമിനാർ, ജില്ലാതല വിദ്യാർത്ഥി കൂട്ടായ്മ, യുവജന കൂട്ടായ്മ, മഹിളാ സംഗമം, സിനിമാ പ്രവർത്തക സംഗമം, നാടക പ്രവർത്തക സംഗമം, സാംസ്കാരിക സമ്മേളനം എന്നിവയുമുണ്ടാകും. ജനുവരി 7 മുതൽ ചരിത്ര പ്രദർശനം, 25-26 തീയതികളിൽ ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും CPM ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളത്, അത് വിവിധങ്ങളായ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിൽ സെമിനാർ 18-20ഓളം സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ കാഞ്ഞങ്ങാട് വെച്ച് ജില്ലയിലെ ഒരു വിദ്യാർത്ഥി സംഗമം, ജില്ലയിലെ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ പങ്കെടുപ്പിച്ച്, അത് CPMൻ്റെ മാത്രമൊന്നുമല്ല, CPMനോട് അനുഭവമുള്ള SFIയുടെ കുറേ ആളുകൾ മാത്രമൊന്നുമല്ല, ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഗമം, വേറൊരു ദിവസം യുവജന സംഗമം, യുവതി യുവാക്കളെ ആകെ ജില്ലയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, വേറൊരു ദിവസം മഹിളാ സംഗമം, ഈ ജില്ലയിലെ മഹിളകളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതെല്ലാം നടത്തുന്നത് കാഞ്ഞങ്ങാട് ഒരു ഓഡിറ്റോറിയം പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചാണ് നമ്മൾ നടത്തുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപയോഗിക്കാത്ത വെള്ളത്തിന് 80-കാരിക്ക് 20,000 രൂപയോളം ബില്ല്. പിന്നാലെ ജപ്തി നോട്ടീസ്. മഞ്ചേശ്വരം താലൂക്കിലെ വർക്കാടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന യമുന എന്ന വയോധികയ്ക്ക് നേരെയാണ് അധികൃതരുടെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയുണ്ടായിരിക്കുന്നത്. വിഷയം വൻ വിവാദമാക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ജല അതോറിറ്റിയുടെ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാത്ത മഞ്ചേശ്വരം താലൂക്കിലെ വർക്കാടിയിലെ വയോധികയ്ക്ക് ലഭിച്ചത് 17,725 രൂപയുടെ ബില്ല്. എന്താണ് സംഭവമെന്നറിയുന്നതിനു മുൻപേ ജപ്തി നോട്ടീസുമെത്തി. വർക്കാടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 80-കാരിയായ യമുനയ്ക്ക് നേരെയാണ് അധികൃതരുടെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയുണ്ടായിരിക്കുന്നത്. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉപയോഗിക്കാത്തയാളാണ് യമുന. കൂടാതെ ഇവർ അധിക സമയവും താമസം ബന്ധുവീടുകളിലുമാണ്. കണക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ മുൻപ് തന്നെ പൈപ്പ് എവിടെ വെച്ചോ മുറിഞ്ഞു പോയിരുന്നു. ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ലും പിന്നാലെ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രശാന്തൻ വിയുടെ നേതൃത്വത്തിൽ ജപ്തി നോട്ടീസും അയച്ചതോടെ യമുന എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. നീതീകരിക്കുവാനാകാത്ത നടപടിയാണ് യമുനയ്ക്ക് നേരെയുണ്ടായതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കമലാക്ഷി പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഗ്രാമീണ പ്രദേശത്തിൽ ഉള്ളതാണ്. യമുന എന്നവർക്ക് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ വീട്ടിൽ ആരും താമസിക്കുന്നില്ല, ഇവർ ഒറ്റക്കാണ് ഉള്ളത്. ഇവർക്ക് 17,725 രൂപേൻ്റെ ജപ്തി നോട്ടീസാണ് വന്നിരിക്കുന്നത്. അതായത് എല്ലാ ഇവിടെ ഗ്രാമീണ പ്രദേശത്തിൽ ഈ വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് ലൈന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ അധിക എമൗണ്ടാണ് വന്നിരിക്കുന്നത്. ജപ്തി നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഈ ജപ്തി നോട്ടീസിനെ പിൻവലിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യമുന മാത്രമല്ല, മഞ്ചേശ്വരം താലൂക്കിലെ 100-ലധികം കുടുംബങ്ങൾ ജല അതോറിറ്റിയുടെ തെറ്റായ നടപടികളുടെ ഇരകളായതായുള്ള പരാതിയാണ് ഉയരുന്നത്. വർക്കാടിയിലെ തച്ചിരയിൽ അബ്ദുൽ ഖാദർ എന്നയാൾക്കും 53,000 രൂപയുടെ ബില്ല് വന്നിട്ടുണ്ട്. എനിക്ക് 53,000 ലിറ്റർ വന്നി തണ്ണി എടുത്തിട്ടില്ല. ഞങ്ങൾ മീറ്ററിൻ്റെ ഇതിൽ വന്നത് അത് കാറ്റിക്ക് മീറ്റർ തിരിയുന്നു. കൈബില്ല അതിൽ കെട്ടുന്നതൊക്കെ. പിന്നെ കെട്ടണമെങ്കിൽ പര വിറ്റിട്ട് കെട്ടണത്തിരി. എനിക്ക് ನೀರ್ದು ಬಿಲ್ 23,000 ಬಿಲ್ ಬೈದನು ಎಂಕ ಕಟ್ಟಿ ಸಾಧ್ಯ ಇಜ್ಜಿ ಎಂಗಳು 3 ಜನ ಒಪ್ಪಣೆ ಪೆನ್ಷನ್ ಫಂಡ್ ಬೀಡಿ എടുത്താ ആവുന്നു. ఒక వేళ ఆ సాధ్యല്ല ఇజ్జి. കുടിവെള്ളം ഉപയോഗിക്കാത്ത കുടുംബങ്ങൾക്കാണ് ഇത്രയധികം ബിൽ വന്നിട്ടുള്ളത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇതിനെതിരെ നിരവധി തവണ പരാതികൾ ഉന്നയിച്ചിട്ടും ഇതുവരെ പ്രശ്നത്തിന് പരിഹാരമൊന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുമ്പള സെക്ഷൻ പരിധിയിലെ മിക്ക കുടുംബങ്ങൾക്കും സമാനമായ അനുഭവമുണ്ടായതായും പരാതി ഉയർന്നിട്ടുണ്ട്. സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും വിഷയത്തിൽ ഇടപെടണമെന്നും തെറ്റായി ചുമത്തുന്ന ഭീമമായ ബില്ലുകൾ റദ്ദ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്.
അബ്ദുൽ ഖാദർ അങ്ങനെ യമുന അങ്ങനെ കുറേ ആൾക്കെല്ലാം വേറെ പല വിധത്തിലെല്ലാം 23,000 അങ്ങനെ 17,000 അങ്ങനെ ഇയാൾക്ക് മറ്റേ അബ്ദുൽ ഖാദർ എന്ന ആൾക്ക് 53,000 ഇവർക്കെല്ലാം ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ബില്ല് വരുന്ന സമയത്ത് വെള്ളം ഒന്നും എടുത്തിട്ട് അങ്ങ് പാസ്സായില്ല. പക്ഷേ വെള്ളം എടുത്തിട്ടില്ലാതെ കൊണ്ട് ഇതിലൊക്കെ സർക്കാർ എത്ര ഇതിനെ ഇടപെട്ടിട്ട് ഇതിന് ശരിയായി ഈ ജപ്തി നോട്ടീസെല്ലാം വന്നിട്ടുണ്ട്. ഈ ജപ്തി നോട്ടീസിനെല്ലാം ഇതാക്കിയിട്ട് ഇവർക്ക് വെള്ളത്തിൻ്റെ ശരിയാണക്കത്തെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഞങ്ങൾ സർക്കാരത്തിനോട് ആഗ്രഹിക്കുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ യമുനയ്ക്ക് ലഭിച്ചതുപോലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ജപ്തി നോട്ടീസ് ലഭിക്കുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുകയെന്നും പ്രദേശവാസികൾ പറയുന്നു. സർക്കാരും ജനപ്രതിനിധികളും വേഗത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 27ാമത് സെപക് താക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ടീം ഈവൻറ്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മണിപ്പൂർ ടീമുകൾ ജേതാക്കളായി. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ കഴിഞ്ഞ തവണ യോഗ്യത നേടിയ കേരളം ഉൾപ്പെടെയുള്ള 8 ടീമുകളാണ് ടീം ഈവൻറ്റിൽ മാറ്റുരച്ചത്. ആൺകുട്ടികളുടെ വിഭാഗത്തിലെ കലാശപ്പോരിൽ ഉത്തർപ്രദേശിനെ നേരിട്ടുള്ള 2 സെറ്റുകളിൽ നിഷ്പ്രഭമാക്കി മണിപ്പൂർ നേടിയത് ഉജ്ജ്വല വിജയം. സെമി ഫൈനലിൽ ബീഹാറിനെ പരാജയപ്പെടുത്തിയാണ് മണിപ്പൂർ ഫൈനലിലെത്തിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മണിപ്പൂരിൻ്റെ കടുത്ത സമ്മർദ്ദത്തെ നേരിട്ട കേരള പെൺകുട്ടികൾ പൊരുതി തോറ്റു. തിങ്കളാഴ്ച രാത്രി 9:30 സമാപിച്ച പെൺകുട്ടികളുടെ ഫൈനലിൽ മണിപ്പൂർ മിന്നും വിജയമാണ് നേടിയത്. मैनेजर दिल्ली। ചൊവ്വാഴ്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഈവൻറ്റിലെ മത്സരങ്ങൾ രാവിലെ മുതൽ നടന്നു വരികയാണ്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കുവാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കാസർഗോഡ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കുവാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിനു ശേഷം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രദീപ് നാരായണൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി പത്മേഷ്, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ഉദുമ, സെക്രട്ടറി പുരുഷോത്തമ പെർല, ഷെഫീഖ് നസറുള്ള, ഷാഫി തെരുവത്ത്, ഉദിനൂർ സുകുമാരൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് കാലിത്ത് പോവൽ, ദേവദാസ് പാറക്കട്ട, മണികണ്ഠൻ പാലിച്ചിയടുക്കം, കുഞ്ഞിക്കണ്ണൻ മുട്ടത്ത്, സുബൈർ പള്ളിക്കാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെൻറ് ITIയിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ സപ്തദിന ക്യാമ്പ് ജ്വാല 2024 മൊഗ്രാൽ പുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ തുടക്കമായി. കാസർഗോഡ് ഗവൺമെൻറ് ITI വൈസ് പ്രിൻസിപ്പൽ ജോൺസൺ KM ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഗവൺമെൻറ് ITIയിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ സപ്തദിന ക്യാമ്പ് ജ്വാല 2024 ടെക്നിക്കൽ ഹൈസ്കൂൾ മൊഗ്രാൽ പുത്തൂരിൽ തുടക്കമായി. കാസർഗോഡ് ഗവൺമെൻറ് ITI വൈസ് പ്രിൻസിപ്പൽ ജോൺസൺ KM ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സമൂഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ചുരുക്കിക്കൊണ്ട് കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ നമ്മൾക്ക് പ്രതിബദ്ധത എന്താണ്, നമ്മുടെ കടമ എന്താണെന്ന് പിള്ളേരെ ഓരോരുത്തരും പഠിപ്പിച്ചു വിടുകയാണ്. ഇപ്പോൾ കുടുംബത്താണേലും പിന്നെ വീട്ടിലാണേലും മക്കൾ എത്ര പേരുടെ സമാധാനമില്ല, സ്വസ്ഥയില്ലാത്ത കഴിഞ്ഞിട്ട് ഈ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരെ പരിഗണിക്കാനുമുള്ള ഒരു കടമ പിള്ളേർക്കുണ്ടായിരിക്കണം. അത് പഠിപ്പിച്ചു വിടാൻ വേണ്ടിയാണ് നമ്മുടെ കലാലയങ്ങളാണേലും സമൂഹത്തിലാണേലും NSS ക്യാമ്പ് സംഘടിപ്പിക്കുക. NSS എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിവുകൾ അത് രാഷ്ട്രത്തെ പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടി ഇപ്പോഴേ അവർക്കൊരു ചിട്ടയായ പരിശീലനം, ഒരു അച്ചടക്കം ഈ ക്യാമ്പുകൾ നമ്മളുണ്ടായിരിക്കണം. മൊഗ്രാൽ പുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് അനീഷ് AP, കാസർഗോഡ് ഗവൺമെൻറ് ITI ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ജയമോഹൻ K, ജൂനിയർ സൂപ്രണ്ട് പ്രശാന്ത് V, സ്റ്റാഫ് സെക്രട്ടറി നഹാസ് S, NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ജെറിൻ കൃഷ്ണ K എന്നിവർ സംസാരിച്ചു. NSS ക്യാമ്പിൻ്റെ ഭാഗമായി ഓരോ ദിവസവും വിവിധ പരിപാടികൾ നടക്കും. 29-ന് ക്യാമ്പ് സമാപിക്കും.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഴ്ചകളുടെ വൈവിധ്യവുമായി പള്ളിക്കരയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആക്രോ കാർണിവൽ തുടങ്ങി. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. തീരക്കാഴ്ചകൾ കണ്ട് കാർഷിക വൈവിധ്യമറിഞ്ഞ് അവധിക്കാല ആഘോഷം മനോഹരമാക്കുവാൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കരയിലൊരുക്കിയ ബേക്കൽ ആക്രോ കാർണിവലിന് തുടക്കമായി. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ആഘോഷ കാഴ്ചകളൊരുക്കുന്നതാണ് ആക്രോ കാർണിവൽ. ജില്ലാ പഞ്ചായത്തിൻ്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെയാണ് പള്ളിക്കര പെട്രോൾ പമ്പിന് എതിർവശത്തെ മൈതാനത്തിൽ 31 വരെ കാർണിവൽ ഒരുക്കിയത്. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, തൈകൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിപണനവും ഉണ്ടാകും. മലബാറിലെ ഏറ്റവും വലിയ പുഷ്പോത്സവവുമുണ്ട്. 10 ദിവസവും വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികളുമുണ്ട്. കാർണിവൽ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ചരിത്രം നമുക്കില്ല. കാർഷിക മേഖല വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ആ മേഖലയെ പരിചയപ്പെടുത്തണം. പുതുതലമുറക്ക് വലിയ താല്പര്യമില്ല, അത് വേറെ വിഷയം. എന്നാൽ പുതുതലമുറയോട് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾ ആ ഫസ്റ്റ് ഹാളിലേക്ക് കയറുമ്പോൾ കൃഷിയുടെ ഡിപ്പാർട്ട്മെന്റ്, കൃഷിയെ പാർക്ക് ചെയ്ത് കൃഷി ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ് ആക്കിയിട്ടാണ് കൃഷിയെ കുറിച്ചുകൊണ്ട് സംഘം. അവിടെ നിങ്ങൾ ചേരുമ്പോൾ പല കൃഷിക്കാവശ്യമായി ഉപയോഗിച്ച പല മെറ്റീരിയൽസും പല ഉൽപ്പന്നങ്ങളോടെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ മണികണ്ഠൻ, ഡിസ്ട്രിക്ട് കളക്ടർ ഇമ്പശേഖർ, ഒപ്പം MLAയും ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ സ്കൂൾ ലീവാണ്, സ്കൂൾ കുട്ടികളെ കൊണ്ട് എത്തിക്കണമായിരുന്നു. ഇനിയും സമയത്ത് ഇനിയും വിചാരിച്ചാൽ കളക്ടർ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കുട്ടികളെ 500 രൂപ മേടിച്ചാൽ മുതൽ അവർ നിൽക്കൂല. ഒരു നോമിനൽ റേറ്റിൽ ഇവരെ കയറി, അതിന്റെ സൗജന്യം കുഴപ്പമില്ല. അവർ കാണണം ഈ കാർഷിക എക്സിബിഷൻ. CH കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. കളക്ടർ K ഇമ്പശേഖർ, മുൻ MLA KV കുഞ്ഞിരാമൻ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ 7 പരാതികൾ തീർപ്പാക്കി. അദാലത്തിൽ 38 പരാതികളാണ് പരിഗണിച്ചത്. ദുർമന്ത്രവാദത്തിനും ആഭിചാര ക്രിയകൾക്കും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ചൂഷണത്തിനെതിരെ ഇടപെടുവാൻ ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകുമെന്നും കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടത്തിയ അദാലത്തിൽ 38 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 7 എണ്ണം തീർപ്പാക്കി. 31 എണ്ണം അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. പുതുതായി ഒരു പരാതി ലഭിച്ചു. അഡ്വക്കേറ്റ് P സിന്ധു, ASI അനിത, ലീഗൽ അസിസ്റ്റന്റ് രമ്യ, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജ്യോതി എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു. മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയുള്ള ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളും രഹസ്യമായി നടക്കുന്നതായി വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സ്ത്രീകളെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഇടപെടുവാൻ ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകുമെന്നും കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കൂടുതലായിട്ടും കാണുന്ന ഇപ്പം മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയിട്ടുള്ള ദുർമന്ത്രവാദവും അതുപോലെ തന്നെ ആഭിചാര ക്രിയകളൊക്കെ വളരെ രഹസ്യമായിട്ട് നടക്കുന്നതായിട്ട് വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ജില്ലകളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ട ആവശ്യകത മനസ്സിലാക്കി ഈ വിഷയം വളരെ ഗൗരവമായി ഏറ്റെടുത്ത് വനിതാ കമ്മീഷൻ കൈക്കൊള്ളാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളെ അവരുടെ വിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് ഇത്തരത്തിൽ അവരെ ചൂഷണം ചെയ്ത് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദത്തിലും അതുപോലെ തന്നെ ആഭിചാര ക്രിയകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് മലബാറിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇടപെടുന്നതിന് വേണ്ടി, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ജാഗ്രതാ സമിതിയെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയും ജാഗ്രതാ സമിതിക്ക് നിർദ്ദേശം കൊടുക്കാനും വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിന പരിപാടി സംഘടിപ്പിച്ചു. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. പലതരം തട്ടിപ്പുകളിലൂടെ വിദ്യാസമ്പന്നരായ ഉപഭോക്താക്കളാണ് കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നതെന്ന് MLA പറഞ്ഞു.
കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിന പരിപാടി എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കൺസ്യൂമർ കോടതികളൊക്കെ ഇപ്പോൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ജഡ്ജ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ജഡ്ജ്മെൻറ്റ് ആ വിധി പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ കാലതാമസം ഉണ്ടാകാറുണ്ടോ എന്ന ഒരു സംശയം എനിക്കില്ല എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ വിധി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേസ് കൊടുത്തിട്ട് മാത്രമേ കാര്യമില്ല. പിന്നെ നമ്മളിങ്ങനെ ചതിയിൽപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും അത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു പ്രേരണ ഉണ്ടാകും. കാരണം വിധി വരുന്നുണ്ട്, പക്ഷേ അത് ആ വിധിച്ച ശിക്ഷ അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എങ്കിൽ വീണ്ടും ഇങ്ങനെ കൺസ്യൂമേഴ്സിനെ പറ്റിക്കാനുള്ള ഒരു അവർക്ക് കിട്ടും എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് K. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മണികണ്ഠൻ നമ്പ്യാർ, ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു എന്നിവർ സംസാരിച്ചു. സൈബർ SI PK അജിത് ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉത്തരവാദിത്വം ഉള്ളതും നീതിപൂർവവുമായ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ M. ജയപ്രകാശ് സ്വാഗതവും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മീഡിയേഷൻ നോഡൽ ഓഫീസർ PV ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വടക്കൻ കേരളത്തിൽ തീയ സമുദായത്തിൻ്റെ പ്രധാന കഴകമായ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൻ്റെ സന്നിധിയിൽ പ്രധാന ദേവിയായ പടക്കത്തി ഭഗവതിയുടെ നർത്തകനായി കണ്ടം വിറ്റ തറവാട്ടംഗമായ കൊഴുമ്മൽ തമ്പാൻ ആചാരം കയ്യേറ്റു. അള്ളട സ്വരൂപാധിപൻ ഉദിനൂർ ക്ഷേത്രപാലകന്റെ സന്നിധിയിൽ പൊലിമയേറിയ അനുഷ്ഠാനങ്ങളിൽ മേൽശാന്തി 3 തവണ ആചാരപ്പേര് ചൊല്ലി വിളിച്ചതോടെ പടക്കത്തിയമ്മയ്ക്ക് ഉറഞ്ഞാടാൻ തമ്പാനുള്ള നിയോഗമായി. രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി പെരുങ്കളിയാട്ടത്തിൽ കെട്ടിയാടുന്ന പ്രധാന ദേവതയായ പടക്കത്തി ഭഗവതിയുടെ ദേവനർത്തകനായി കരിവള്ളൂർ പെരളം കൊഴുമ്മലിലെ കണ്ടംവിറ്റ തറവാട്ടിൽ നിന്നുള്ള തമ്പാൻ ചൊവ്വാഴ്ച രാവിലെയാണ് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും ആചാരം കയ്യേറ്റത്. ക്ഷേത്രപാലക സന്നിധിയിലെ ചടങ്ങുകൾക്ക് ശേഷം ആചാരവടിയും തിരുവായുധവുമേന്തി ചക്രപാണി ക്ഷേത്രത്തിലെത്തി തൊഴുതാണ് നർത്തകൻ രാമവില്യം കഴകത്തിലെത്തിയത്. ചടങ്ങുകളിൽ ആചാരസ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളിലെയും സ്ഥാനികരും ബാല്യക്കാരും അരബാല്യക്കാരും വനിതകളും പങ്കെടുക്കുന്ന പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിലൊന്നായി മാറി ആചാരം കയ്യേൽക്കൽ. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. JCI വിദ്യാനഗർ ഭാരവാഹികൾ പ്രൗഢമായ ചടങ്ങിൽ സ്ഥാനമേറ്റു. വിദ്യാനഗർ സൺറൈസ് പാർക്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചത്. സോൺ പ്രസിഡന്റ് ജസിൽ ജയൻ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. JCI വിദ്യാനഗർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. വിദ്യാനഗർ സൺറൈസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 2025 വർഷത്തെ JCI വിദ്യാനഗർ പ്രസിഡന്റായി റാഷിദ് KHM, സെക്രട്ടറിയായി അനീഷ് R, ട്രഷററായി സക്കീറ ബാനു എന്നിവർ സ്ഥാനമേറ്റു. സോൺ പ്രസിഡന്റ് ജസിൽ ജയൻ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ് റംല എന്നെ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA മുഖ്യാതിഥിയായിരുന്നു. സ്വീകരിച്ചിട്ടൊന്നുമില്ല. MLA ജയിച്ചപ്പോഴും നിങ്ങൾ സ്ഥാനാരോഹണ ചടങ്ങുകളുണ്ടായിട്ടില്ല. ഇവിടെ അതിഗംഭീരമായിട്ടുണ്ട് എന്നത് അതായത് ദേശീയ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഒരു രീതി തന്നെയാണ്. അതേപോലെ അഡോപ്റ്റ് ചെയ്തു. അതുകൊണ്ട് മനോഹരമായി ഡോക്ടർ അബ്ദുൽ സത്താർ എ മുഖ്യ പ്രഭാഷണം നടത്തി. മേഖലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജബ്രൂത്ത്, മീഡിയ വൺ 14-ാം രാവ് താരം ഫാത്തിമത്ത് ഷംല, ജിഷ്ണു രാജൻ, ആസിഫ് എന്നെ, ഇല്യാസ് എ എന്നിവർ സംസാരിച്ചു. യോഗേഷ് എ, മൊയ്തു അറഫ, ഹക്കീം MS, ഫൈസൽ AK, മജീദ് ഏരിയാൽ എന്നിവരെ ബിസിനസ് എക്സലന്റ് അവാർഡ് നൽകി ആദരിച്ചു. മുംതാസ് MAക്ക് എഴുത്തുകാരിക്കുള്ള ലിറ്റററി ലുമിനറി അവാർഡ് നൽകി.
തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള നായിക്കാപ്പ് മുണ്ടപ്പള്ള ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ശ്രീനിവാസ കല്യാണോത്സവം 25-ന് നടക്കും. ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത് ഡിസംബർ 25-ാം തീയതി ശ്രീ മുണ്ടപ്പള്ള രാജരാജേശ്വരി ക്ഷേത്ര പരിസരത്തിൽ ശ്രീനിവാസ കല്യാണോത്സവം എന്ന ഒരു വിശേഷമായ ഒരു പൂജാ വ്യവസ്ഥ നടക്കുന്നുണ്ട്. തിരുപ്പതിയിൽ നിന്ന് അത്യന്ത പവിത്രമായ തിരുപ്പതി തിമ്മപ്പൻ്റെ അവിടുന്ന് തന്നെ വന്ന വെങ്കടേശ്വരൻ്റെ ആ മൂർത്തി, അതിൻ്റെ പൂജ, അതിൻ്റെ ഒന്നിച്ചിട്ട് പത്മാവതി ശ്രീനിവാസനെ കല്യാണം കഴിക്കുന്ന ആ ഒരു അവസരം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതുവരെ അത്ര വലിയ രീതിയിൽ എവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ പരിസരം എല്ലാം റെഡിയായിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു 3 ഏക്കർ സ്ഥലത്തിൽ ഇതിനു വേണ്ടിയ എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ടുണ്ട്. ശ്രീനിവാസ കല്യാണോത്സവം 4 മണിക്ക് 25-ാം തീയതി 4 മണിക്ക് തുടങ്ങുമെങ്കിൽ ആ കല്യാണത്തിൻ്റെ ശ്രീനിവാസൻ്റെ പത്മാവതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണത്തിൻ്റെ അത്യന്ത ഗംഭീരമായ ഒരു പരിപാടി അവിടെയുണ്ട്. കെ ഷെട്ടി, മടുവ മഞ്ജുനാഥ ആൾവ, ശിവറാം ഭട്ട്, ഉഷ ശിവറാം ഭട്ട്, ഗോപാലകൃഷ്ണ കുറ്റിക്കാറു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോ 27, 28, 29 തീയതികളിൽ നടക്കും. കാഞ്ഞങ്ങാട് കൊവ്വൽപ്പള്ളി വൈറ്റ് ഹൗസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന എക്സ്പോയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിൽവർ ജൂബിലി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായാണ് ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി 27, 28, 29 തീയതികളിൽ ബിൽഡ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ആധുനിക കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ 100-ലധികം സ്റ്റാളുകളും നൂതന നിർമ്മാണ രീതികളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരെയും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥ പ്രമുഖരെയും സംഘടനാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സെമിനാറുകളും സംഘടിപ്പിക്കും. വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യകളും ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട്. 27-ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ CS വിനോദ് കുമാർ, CV വിനോദ് കുമാർ, സജി മാത്യു, EP ഉണ്ണികൃഷ്ണൻ, M വിജയൻ, P രാജൻ, അനിൽകുമാർ MV, മുഹമ്മദ് റാഷിദ് CA, ജോയി ജോസഫ്, HG വിനോദ് കുമാർ, PK വിനോദ്, രമേശൻ കടവത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര ജില്ലാ സഹകരണ വിപണി കാഞ്ഞങ്ങാട് പീപ്പിൾസ് സൊസൈറ്റി കെട്ടിടത്തിൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര സഹകരണ ജില്ലാ വിപണി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വിലക്കുറവ് ഇപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് അറിയാം, വലിയ വില വ്യത്യാസമാണ് കൺസ്യൂമർ ഫെഡിന്റെ ഈ വില നിലവാരവുമായിട്ട് പൊതുവിപണിയിലുള്ളത്. അത് ആ ഒരു സൗകര്യം ലഭിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും വിഷുവിന്റെ കാലമായി. അപ്പൊ എല്ലാ ഉത്സവാഘോഷ സീസണുകളിലും കൃത്യമായി വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ സംരംഭം എന്നുള്ള രൂപത്തിൽ കൺസ്യൂമർ ഫെഡ് കാണിക്കുന്ന ശ്രദ്ധ അത് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള ഒന്നാണ്. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK രാജൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ P ലോഹിതാക്ഷൻ ആദ്യ വിൽപ്പന നടത്തി. പീപ്പിൾസ് സൊസൈറ്റി പ്രസിഡന്റ് പ്രിയേഷ് കാഞ്ഞങ്ങാട്, പൊതുപ്രവർത്തകരായ KP ജയപാനൻ, KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡ് കണ്ണൂർ റീജിയണൽ മാനേജർ K സുധീർ ബാബു സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ KV വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിനും ഉത്സവകാലങ്ങളിൽ മുഴുവൻ ആളുകൾക്കും നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കുന്നതിനുമാണ് പൊതുവിപണിയിൽ പൊതുജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കൺസ്യൂമർ ഫെഡ് മുഖേന സംസ്ഥാന സർക്കാർ വിപണന മേള നടത്തുന്നത്. വിപണി വിലയേക്കാൾ പരമാവധി വില കുറച്ചാണ് സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലെ പല പ്രദേശങ്ങളും പുലി ഭീതിയിൽ അമർന്നതോടെ ജനജീവിതം ദുസ്സഹം. ജനങ്ങളുടെ സുരക്ഷയും ജീവനോപാധികളും അപകടത്തിലാക്കുന്ന പുലി ശല്യത്തിനെതിരെ മുളിയാർ പീപ്പിൾസ് ഫോറം ബോവിക്കാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.
CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5 മുതൽ 7 വരെ കാഞ്ഞങ്ങാട്ട് നടക്കും. സംഘടനാശേഷി പ്രകടമാക്കും വിധം സമ്മേളനം പൂർത്തീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. ഉപയോഗിക്കാത്ത വെള്ളത്തിന് 80കാരിക്ക് 20,000-ഓളം രൂപയുടെ ബില്ല്. പിന്നാലെ ജപ്തി നോട്ടീസ്. വൊർക്കാടിയിലെ യമുനയ്ക്ക് നേരെയാണ് അധികൃതരുടെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയുണ്ടായിരിക്കുന്നത്. സെപക് താക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പ് ടീം ഈവന്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. കാഴ്ചകളുടെ വൈവിധ്യവുമായി പള്ളിക്കരയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആക്രോ കാർണിവൽ തുടങ്ങി. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് വനിതാ കമ്മീഷൻ അദാലത്തിൽ 7 പരാതികൾ തീർപ്പാക്കി. ദുർമന്ത്രവാദത്തിനും ആഭിചാര ക്രിയകൾക്കും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കമ്മീഷൻ അംഗം P. കുഞ്ഞായിഷ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.